നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരട്ടച്ചങ്കൻ എന്ന് തള്ളി മറിക്കാൻ തന്നെ PR വർക്കിന് കോടികളാണ് പൊടിച്ചത്. എന്നിട്ട് എന്തെങ്കിലും മെനയുണ്ടായോ? ഇല്ല. ഇരട്ടച്ചങ്ക് പോയിട്ട് ഒരോട്ടച്ചങ്ക് പോലും ഇല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ തെളിയിച്ചു. നിലപാട് അത് യു-ടേൺ അടിക്കാൻ കൂടി ഉള്ളതാണെന്ന് പിണറായിയുടെ കാലത്ത് CPM തെളിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നിലപാട് അതിൽ ഉറച്ചു നിൽക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയൻ പാർട്ടിയുടെ സർവാധികാരം പിടിച്ചെടുത്തതിന് ശേഷം നിലപാട് മഷിയിട്ട് നോക്കിയിട്ടും CPM-ൽ കാണാനില്ല. വേണ്ടത്ര കൂടിയാലോചനകൾ ഒന്നുമില്ലാതെ ഒരു തീരുമാനമെടുക്കും. പ്രതിഷേധങ്ങൾ വരുമ്പോൾ ആദ്യം ഞങ്ങൾ അതിനെ ചങ്കും വിരിച്ച് നേരിടും എന്നൊക്കെ പറയും. എന്നാൽ പ്രതിഷേധം അങ്ങോട്ട് കത്തിക്കാളുമ്പോൾ അതിട്ടോ ഓടുന്ന നിലപാടാണ് പിണറായി പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, CPM എന്ന പാർട്ടിക്ക് VS-ന്റെ ഒക്കെ കാലത്താണെങ്കിൽ ഒരു നിലപാട് പറഞ്ഞാൽ അത് പറഞ്ഞതാണ്, എടുത്താൽ അത് എടുത്തതാണ്. പക്ഷേ പിണറായിയുടെ കാലത്ത് ഞങ്ങൾക്കത് യു-ടേൺ അടിക്കാൻ കൂടി ഉള്ളതാണെന്ന് ഇവർ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന നിലപാടായിരുന്നു പലപ്പോഴും ഈ സർക്കാർ സ്വീകരിച്ചത്. പാർട്ടിക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇപ്പോൾ പറയുന്ന കാര്യം വിവാദം വരുമ്പോൾ തൊട്ടടുത്ത നിമിഷത്തിൽ പ്ലേറ്റ് മാറ്റുന്ന ആൾക്കാർ. ഇങ്ങനെയും ഓന്തുപോലും നിറം മാറില്ല എന്ന് ജനങ്ങളെ കൊണ്ട് പറയിച്ചു. എന്തിനേറെ സ്വന്തം പാർട്ടിക്കാർ പോലും പറഞ്ഞു ഇമ്മാതിരി ഊച്ചാളിത്തരവും നിലപാടില്ലായ്മയും കാണിക്കാൻ നാണമില്ലേ എന്ന്. ഒരു തീരുമാനം എടുക്കുക, പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പരമാവധി നിന്നങ്ങ് ന്യായീകരിക്കുക, ക്യാപ്സൂൾ ഇറക്കുക. ഒടുവിൽ തിരിച്ചടിയാകും എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് തീരുമാനം പിൻവലിക്കും. അപ്പോഴേക്ക് സംഭവിക്കുന്നത് എന്താണ്? വിവാദം പരമാവധി സർക്കാരിനും പാർട്ടിക്കും ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടാകും. ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും ഒക്കെ കാലത്ത് ഇത്തരത്തിൽ എത്രയോ വലിയ തീരുമാനങ്ങളിൽ നിന്നാണ് സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നത്. പാരടിപ്പാട്ടിനെതിരായ കേസിൽ നിന്നുള്ള പിൻവാങ്ങലാണ് അതിൽ ഒടുവിലത്തേത്. അതായത് ഒരു പാരടി, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്നുള്ള പാട്ട്, അത് സർക്കാരിനെ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഹാലിളക്കിയിരുന്നു. അതിനെതിരെ ആഭ്യന്തര വകുപ്പ് അതിശക്തമായി ഇറങ്ങി പുറപ്പെടുന്നു. ആ പാട്ട് പിൻവലിക്കണം, അതാരും പാടി നടക്കരുത് എന്നൊക്കെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റത്തിലേക്ക് സർക്കാർ അങ്ങിറങ്ങിയിരുന്നു. എന്നാൽ കളി കാര്യമായി. ഇത് കേരളമാണ് എന്ന് ഇടയ്ക്കിടെ CPM-കാർ പറയില്ലേ, അതുപോലെ തന്നെ CPM-നെയും ഇവിടുത്തെ ജനങ്ങൾ ഓർമ്മിപ്പിച്ചു ഇത് കേരളമാണ് എന്നുള്ളത്. ഒടുക്കം കോടതി കയറിയാൽ 8-ന്റെ പണി കിട്ടും എന്നുള്ള ഘട്ടം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കേസിനില്ല എന്നും പറഞ്ഞ് ഒരൊറ്റ പിൻവാങ്ങലായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും, നിലപാട് എന്തായി എന്ന്. ഞങ്ങളത് യു-ടേൺ അടിക്കും. ആ ഒരു നിലപാടാണ് CPM-നുള്ളത്. ഘടകകക്ഷികളുമായോ മന്ത്രിമാരുമായോ പോലും വേണ്ടത്ര ചർച്ചകളില്ലാതെ ഉദ്യോഗസ്ഥരുടെയോ പേഴ്സണൽ സ്റ്റാഫിന്റെയോ ഇടപെടലിൽ പിറവിയെടുക്കുന്നതാണ് പല തീരുമാനങ്ങളും. തിരിച്ചടി സഹിക്കേണ്ടി വരുന്നതാകട്ടെ പാർട്ടിയും സർക്കാരും. മന്ത്രിസഭയിലെത്തിയപ്പോൾ മാത്രം മന്ത്രിമാർ വിഷയം അറിഞ്ഞ പ്രധാന തീരുമാനങ്ങൾ അങ്ങനെ എത്രയായിരുന്നു. നയപരമായ മാറ്റങ്ങൾ പത്രങ്ങളിൽ നിന്നറിഞ്ഞ ഘടകകക്ഷി നേതാക്കളും ഏറെയാണ്. നമുക്ക് PM ശ്രീ മുതൽ ഇങ്ങോട്ടൊന്ന് നോക്കാം. LDF-ൽ ചർച്ച ചെയ്യാനായി മാറ്റിവെച്ച വിഷയത്തിൽ LDF-ഓ മന്ത്രിസഭയോ അറിയാതെ തീരുമാനമെടുത്തു. വിവാദത്തിനിടെ ഡൽഹിയിലെത്തി ഉദ്യോഗസ്ഥർ കരാറിൽ ഒപ്പും വെച്ചു. ആരും അറിഞ്ഞില്ല. ഒടുവിൽ CPI പ്രതിഷേധത്തോടെ രംഗത്തേക്ക് വന്നതോടെ പിൻവാങ്ങാൻ CPM അങ്ങ് തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ അത് സ്വാഹ. VC നിയമനം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമന കാര്യത്തിൽ ഗവർണറോട് വഴങ്ങില്ലെന്ന നിലപാടെടുക്കുകയും പോരാട്ടത്തിനിറങ്ങുകയും ചെയ്തു. ഗവർണറുടെ അപ്രീതിക്ക് പാത്രമായ കേരള സർവകലാശാല രജിസ്ട്രാറെ പിന്തുണ നൽകി കൂടെ നിർത്തുകയും VC-ക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒത്തുതീർപ്പിലെത്തി. അവിടെ തേഞ്ഞൊട്ടിയതാരാണ്? SFI DYFI-ക്കാർ. അതായത് രാജ്ഭവനിൽ വലിയ സമരവേലിയേറ്റം നടത്തുകയും കേരള സർവകലാശാലയിൽ സമരങ്ങൾ നടത്തുകയും ചെയ്ത SFI-യും DYFI-യും ഒടുക്കം പാർട്ടിയുടെ ഇരട്ടത്താപ്പിൽ തേഞ്ഞൊട്ടിപ്പോയി. ഇനി ബ്രൂവറി. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ 3 ബിയർ ഉൽപാദന കമ്പനികളും ഒരു മദ്യനിർമ്മാണശാലയും അനുവദിച്ചുവെന്നും കോടികളുടെ അഴിമതിയെന്നുമായിരുന്നു ആരോപണം. വ്യവഹാര സാധ്യത മനസ്സിലാക്കി അനുമതി സർക്കാർ പിന്നീട് റദ്ദാക്കി. പോലീസ് നിയമ ഭേദഗതി. സമൂഹ മാധ്യമ വിമർശനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് നിയമനത്തിൽ ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവന്നു. ഇത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായതോടെ ചരിത്രത്തിൽ ആദ്യമായി പിൻവലിക്കൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. വനം നിയമ ഭേദഗതി. വനം വന്യജീവി നിയമത്തിൽ ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന ഭേദഗതി കൊണ്ടുവന്നു. പ്രതിഷേധം വ്യാപകമായതോടെ അതിലും യു-ടേൺ അടിച്ചു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നീക്കം വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു, പ്രത്യേകിച്ച് സമസ്തയൊക്കെ. സിൽവർ ലൈൻ കല്ലിടൽ. സംസ്ഥാനത്തെങ്ങും വമ്പൻ പ്രതിഷേധങ്ങൾക്ക് കളമൊരുക്കിയ
സമര വേലിയേറ്റത്തിന് വഴിവെച്ച വിഷയമായിരുന്നു. അതിൽ തുടക്കത്തിലൊന്നും സർക്കാർ കുലുങ്ങിയതേയില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ സമീപനം അങ്ങ് മാറ്റി. പദ്ധതി ഉപേക്ഷിച്ച മട്ടാണ് ഇപ്പോൾ. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, ആരൊക്കെ എതിർത്താലും ഇവിടെ കേരയിൽ വരും എന്നായിരുന്നു. എന്നാൽ ജനം എടുത്തു തോട്ടിലെറിയും എന്നുള്ള ഘട്ടം വന്നപ്പോഴത്തേക്ക് അത് ഉപേക്ഷിക്കുകയായിരുന്നു. ആഴക്കടൽ കരാർ. ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കമ്പനി EMCCയുമായി KSIDC ഒപ്പിട്ട 5000 കോടി രൂപയുടെ ധാരണാപത്രത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങി. സ്പ്രിംഗ്ലർ കരാർ. കോവിഡ് വിവര വിശകലനത്തിന് US കമ്പനി സ്പ്രിംഗ്ലറിന് കരാർ നൽകിയതിൽ ചട്ടലംഘനമുണ്ടെന്ന ആരോപണത്തെ മുഖ്യമന്ത്രി ആദ്യം പ്രതിരോധിച്ചു. ഹൈക്കോടതി ഇടപെട്ടതോടെ ഡേറ്റ സുരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ചേർക്കുകയും സ്പ്രിംഗ്ലർ സോഫ്റ്റ്വെയർ സീഡിറ്റിന്റെ ക്ലൗഡ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. വിവാദങ്ങളെ തുടർന്ന് സ്പ്രിംഗ്ലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതേയില്ല, കരാറും പുതുക്കിയില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ യു-ടേൺ അടിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ. എന്തായാലും പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണ്, കപ്പിത്താനാണ്, കപ്പൽ മുങ്ങില്ല എന്നൊക്കെ കമ്മിണികളും അന്തം കമ്മികളും ഇങ്ങനെ പൊക്കിയടിക്കുന്നതിലാണ് ഊതി വീർപ്പിച്ച് പിണറായി വിജയൻ ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്. എന്നാൽ പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് ഒരുപാട് വികസനങ്ങൾ സാധ്യമായിട്ടുണ്ട്. അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഒരുപാട് വികസനങ്ങൾ കോൺഗ്രസ് പലപ്പോഴും കല്ലിട്ടിട്ട് പോയ വികസനത്തിന്റെ തുടക്കത്തിന് അത് പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഈ സർക്കാരാണ്. 10 വർഷക്കാലം കൊണ്ട് ഒരുപാട് വികസനങ്ങൾക്ക് തുടക്കം കുറിക്കാനും അതൊക്കെ യാഥാർത്ഥ്യമാക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നിലപാടില്ലായ്മയാണ് ഈ പാർട്ടിയെയും പിണറായിയെയും വിമർശിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. പാർട്ടി ഒരു നിലപാടെടുക്കും, എന്നാൽ പിന്നീട് ഇത് സൗകര്യപൂർവ്വം മാറ്റിവെക്കും. ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് അതെല്ലാം പ്ലേറ്റ് മാറ്റുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇതിനെ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിലുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ വരെ എതിർക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ യു-ടേൺ അടിക്കുന്നത്? ഈ പാർട്ടിയുടെ ഒരു ചരിത്രം മറന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ CPMകാർ പ്രവർത്തിക്കുന്നത്, നേതാക്കൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വലിയ വിമർശനം പാർട്ടിയിൽ നിന്ന് തന്നെയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. അതിൽ ഇനി എന്തെല്ലാം യു-ടേൺ അടിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും സമസ്തയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകളുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ എല്ലാ കാലത്തും ചേർത്ത് പിടിച്ചത് ഇടതുപക്ഷമാണെന്നും ന്യൂനപക്ഷ സംരക്ഷണം ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് അളക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തന്റെ സർക്കാർ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നത് തുടരുമെന്ന് ഉറപ്പ് നൽകുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ടറിയണം എന്ത് സംഭവിക്കുമെന്ന്. സമസ്ത വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന. സമസ്തയെ പിണക്കാൻ കഴിയില്ലല്ലോ. ഈ അടുത്ത കാലത്ത് സമസ്തയുമായി വലിയൊരു പോരിലേക്ക് വരെ സർക്കാർ എത്തിയിരുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും സമസ്തയുമായിട്ട് വലിയ പോരിലേക്ക്, നേർക്കുനേർ പോരിലേക്ക് എത്തിയിരുന്നു. വിദ്യാർത്ഥികളുടെ പഠന സമയം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലായിരുന്നു പോര് തുടങ്ങിയത്. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മദ്രസകളിൽ നിസ്കരിക്കാൻ പോകുന്നതിന് അത് തടസ്സമാകും എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥയും മറ്റു ചില ഇസ്ലാമിക സംഘടനകളും ഒക്കെ എതിർപ്പുമായി വന്നപ്പോൾ അക്കാദമിക കാര്യങ്ങളിൽ ഒരു സംഘടനയും കയറി ഇടപെടേണ്ട, അത് സർക്കാർ തീരുമാനിക്കും, വകുപ്പ് മന്ത്രി തീരുമാനിക്കുമെന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ അതിന്റെ പേരിലും മറ്റു ചില വിഷയങ്ങളിലുമൊക്കെ നേർക്കുനേർ പോരിലായിരുന്നു സമസ്തയും സർക്കാരും. എന്നാൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ചേ മതിയാകൂ. അതാണിപ്പോൾ സമസ്ത വേദിയിലെത്തി അവരെ സുഖിപ്പിക്കുന്ന നിലപാട് പിണറായി സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം കഴിക്കാനും മാതൃഭാഷ സംസാരിക്കാനുമുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നു. ഇവയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്ന കൂട്ടരുണ്ട്, ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടരുമുണ്ട്. അവ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ സമസ്തയെ പോലുള്ള സംഘടനയ്ക്ക് കഴിയണം. മതനിരപേക്ഷ വേഷം ധരിച്ച് മതേതര വിരുദ്ധർ പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ട്. അവരെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. ഭൂരിപക്ഷ വർഗീയത ഉയർന്നു വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിനെ ചെറുക്കാം എന്ന് കരുതുന്നവരോടും വിട്ടുവീഴ്ച ചെയ്യരുത്. ഏത് വർഗീയതയും നാടിനാപത്ത് മാത്രമേ വരുത്തുകയുള്ളൂ. വർഗീയതയോടുള്ള വിമർശനം ഏതെങ്കിലും മതവിഭാഗത്തിനോടുള്ള വിമർശനമല്ല. ഭൂരിപക്ഷ വർഗീയതയെ വിമർശിക്കുന്ന ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതത്തെയല്ല. ന്യൂനപക്ഷ വർഗീയതയെ വിമർശിക്കുമ്പോൾ ന്യൂനപക്ഷ മതങ്ങളെയോ അതുമായി ബന്ധപ്പെട്ടവരെയോ അല്ല വിമർശിക്കുന്നത്. രണ്ട് വർഗീയതയും പരസ്പര പൂരകങ്ങളാണ്. അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയണം. മതവിശ്വാസവും വർഗീയതയും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളാണ്. വർഗീയതയോടുള്ള വിമർശനം മതവിശ്വാസികളോടുള്ള വിമർശനമായി ഉയർത്തിക്കാട്ടുന്നത് വർഗീയവാദികളുടെ ആവശ്യമാണ്. അവർക്കതിന്റെ മറവിൽ രക്ഷപ്പെടാനാണ്. സമസ്ത അതിന് അനുവദിക്കരുത്. സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ നുണ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുക എന്നതാണ് എല്ലാ വർഗീയവാദികളുടെയും പ്രത്യേക സ്വഭാവം.
വർഗീയ സംഘടനകൾക്ക് അതിന് പ്രത്യേക പരിശീലനവുമുണ്ട്. നുണപ്രചാരണത്തിൽ പ്രൊഫഷണലുകളെ സൃഷ്ടിക്കാൻ വർഗീയ സംഘടനകൾക്ക് കഴിയുന്നുവെന്നതും നാം കാണേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി സമസ്ത വേദിയിൽ വെച്ച് പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം ഏതെങ്കിലും സമുദായത്തിനെതിരായ അതിക്രമമല്ല, അത് രാജ്യത്തിന്റെ ജനാധിപത്യ ചിന്തയ്ക്കും വൈവിധ്യങ്ങൾക്കുമെതിരായ ആക്രമണം കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതനിരപേക്ഷ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇടതുപക്ഷം എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. വർഗീയ ശക്തികൾ തലപൊക്കുമ്പോഴെല്ലാം നെഞ്ചുവിരിച്ചു നിന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. കേരളത്തിൽ കലാപമുണ്ടായ ഘട്ടത്തിലെല്ലാം ആ കാര്യം വ്യക്തമായതാണ്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തല ഉയർത്തി ജീവിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുന്നതിനും ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാ ഇടത് സർക്കാരുകളും അത്തരം സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.